നമസ്കാരം. പുരുഷന്മാരെക്കാൾ അധികം സ്ത്രീ വോട്ടർമാരുള്ള നാടാണ് തമിഴകം. അതുകൊണ്ട് തന്നെ സ്ത്രീ വോട്ടുകൾ എങ്ങോട്ട് മറിയുന്നുവോ അവർ നേട്ടം കൊയ്യുക തന്നെ ചെയ്യും. തമിഴകത്തിന്റെ തലവിയായി ജയലളിത വന്ന ശേഷം AADMKയോട് സ്ത്രീകൾക്ക് ചെറുതല്ലാത്ത ചായ്വുണ്ട് താനും. ജാതി വോട്ടുകൾക്കപ്പുറം AADMK എന്ന പാർട്ടിയുടെ അടിത്തറയും ഈ പെൺവോട്ടുകൾ തന്നെയാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ 39ൽ 37 സീറ്റും നേടിയത് AADMK ആയിരുന്നു എന്നോർക്കണം. 2016 മെയ്യിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയലളിത വീണ്ടും തമിഴകത്തിന്റെ തലവിയായി എത്തിയപ്പോൾ അവിടെ എഴുതി ചേർക്കപ്പെട്ടത് ഒരു പുതുചരിത്രം കൂടിയായിരുന്നു. തമിഴകത്തെ 32 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു സർക്കാരിന് തുടർഭരണം ലഭിച്ചത്. അമ്മ ഉണവാകം എന്ന അമ്മ ക്യാൻറ്റീനുകളും പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള എണ്ണിയാലൊടുങ്ങാത്ത പദ്ധതികളും അമ്മ നൽകിയപ്പോൾ തമിഴ്നാട്ടിലെ പെണ്ണുങ്ങൾ അതിന് പകരമായി AADMKയ്ക്ക് നന്ദി പറഞ്ഞത് അവരുടെ വോട്ടിലൂടെ തന്നെയായിരുന്നു. പക്ഷേ AADMK എന്ന വീട് ഇന്ന് അനാഥമാണ്. അമ്മയില്ലാത്ത ആ വീട്ടിൽ അധികാരത്തിന് വേണ്ടിയുള്ള തമ്മിൽ തല്ല് ഇപ്പോഴും തുടരുകയാണ്. പാർട്ടി ഏറെക്കുറെ പിളർന്ന മട്ടിലുമാണ്. ഇതിനിടയിൽ AADMK തങ്ങൾക്കൊപ്പം അടിയുറച്ചു നിന്നിരുന്ന സ്ത്രീകളെ മറന്നു എന്ന് തന്നെ വേണം പറയാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അവലോകന യോഗത്തിൽ അവർ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. തങ്ങൾക്കൊപ്പം അടിയുറച്ചു നിന്ന സ്ത്രീകൾ ഇക്കുറി മറുകണ്ഠം ചാടിയിട്ടുണ്ട് എന്ന്. അമ്മ നൽകിയിരുന്ന സ്ത്രീശക്തി ഇപ്പോൾ അവർക്ക് മുന്നിൽ വച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതും നാരി ശക്തി എന്ന പേരിൽ. AADMKയുടെ സ്ത്രീ വോട്ടുകൾ വ്യാപകമായി തന്നെ BJP സ്വന്തമാക്കി എന്നാണ് AADMK ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇത് പാർട്ടിക്കുണ്ടാകാൻ പോകുന്ന പതനത്തിന്റെ ആക്കം കൂട്ടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും അടിയൊഴുക്ക് ശക്തമായിരുന്ന തമിഴകത്ത് ആരെ വീഴ്ത്തുമെന്ന് കണ്ടറിയാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.